ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എടുപിടിയുന്ന നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. പള്ളിയമ്പലത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്ഥലമുണ്ട്, കുറെ വിശാലമായ സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു 25 സെന്റ് സ്ഥലം കേരള കോൺഗ്രസ് നേതാവായിരുന്ന മണി ഗ്രൂപ്പ് നേതാവായിരുന്ന KM മാണിയുടെ സ്മാരകം നിർമ്മിക്കുന്നതിനായി കൊടുക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നു. അതായത് കേരള കോൺഗ്രസ് LDF വിട്ട് UDF പോകുമോ എന്ന ആശങ്കകൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ചർച്ചകൾ പല തലങ്ങളിലും നടക്കുന്ന വേളയിൽ അതിനെ അനുകൂലിക്കുന്നവർ ആ പാർട്ടിയിലുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുന്നതിനിടയ്ക്കാണ് ഇന്നലെ ഈ തീരുമാനം ഉണ്ടാവുന്നത്. കേരള കോൺഗ്രസിന്റെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഓഫീസ് പുറപ്പെടുവിച്ച ഒരു പത്രക്കുറിപ്പിൽ ഈ സന്തോഷ വാർത്ത മാലോകരെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം ഇക്കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണെന്ന് അതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മലയാള മനോരമയിൽ വന്ന വാർത്ത അത് വായിക്കുന്നത് വളരെ രസകരമാണ് കേട്ടോ. അതിൽ പറയുന്നത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു തീരുമാനമെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് ഭൂമി നൽകാൻ തിരുവനന്തപുരത്ത്. പക്ഷേ ഈ സമയം അത്രയും അത് സംബന്ധിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു നീക്കങ്ങളും നടന്നിട്ടില്ല. ഏറ്റവും അവസാനം ജലവിഭവ മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവാണ്, അദ്ദേഹമാണ് ആ പാർട്ടിയുടെ മന്ത്രിസഭയിലെ പ്രതിനിധി. അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെട്ട 25 സെന്റ് സ്ഥലം കൊടുക്കാൻ തയ്യാറായതോടെ ആ പ്രശ്നത്തിനൊരു തീരുമാനമായി.